3 പള്ളികൾക്ക് മറ്റുള്ള പള്ളികളെക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ട്. അനുഗ്രഹീതമാക്കപ്പെട്ട കഅബ ശരീഫ്, അവിടെ പോയിട്ട് ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ, 1 റക്അത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം, അതല്ല വേറെ ഹദീസിൽ 10 ലക്ഷം വരെ പ്രതിഫലം കിട്ടുന്നു. അതാണ് കഅബയുടെ പ്രത്യേകത. അതേപോലെ മസ്ജിദുൻ നബവി, അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫുള്ള മദീനയിലെ മസ്ജിദുൻ നബവി, ഈ മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരാൾ ചെന്നുകൊണ്ട് 1 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിന് 10,000 റക്അത്തിന്റെ പ്രതിഫലം, അതല്ല 1 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലം വരെ ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഞാൻ ഈ പറഞ്ഞത് മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചാൽ. എന്നാൽ മാ ബൈന ഖബരി, അല്ലെങ്കിൽ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ വീടിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗത്തോപ്പാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അവിടെ മുത്തനബി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ്, ദർസ് നടത്തിയ സ്ഥലമാണ്, സഹാബാക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ഇടയിൽ നിസ്കരിച്ചാൽ എത്രയാണ് പ്രതിഫലം എന്ന് ഒരാൾക്കും അറിയില്ല, അത് അല്ലാഹുവേ അറിയുള്ളൂ. അത് ഇത്രയെന്ന് കണക്കാക്കാൻ പറ്റില്ല. 3-മത്തെ പള്ളിയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഖിബലയായിട്ട് നിസ്കരിച്ച, 16 മാസത്തോളം നിസ്കരിച്ച, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. മിഅ്റാജിന്റെ രാത്രി പുറപ്പെട്ട, അല്ലാഹുവിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടത് മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ്. മസ്ജിദുൽ അഖ്സയിൽ ചെന്നതിന്റെ ശേഷമാണ് 3-മത്തെ സ്ഥാനം ആ പള്ളിക്കാണ്. അതുകൊണ്ടാണ് 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പ്രത്യേകമായി യാത്രകൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഹദീസിൽ ലാ തഹല്ലു ഇല്ലാ ഇലാ 3 മസാജിദ്. ഈ 3 പള്ളികൾക്ക് അല്ലാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷേ നമുക്കൊക്കെ എല്ലാ സമയത്തും അങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ. ചില ആളുകൾക്കൊക്കെ ജീവിതത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഉംറക്കോ ഹജ്ജിനൊക്കെ പോകാൻ സാധിക്കും. ചില ആളുകൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് മക്ക കാണാൻ പോലും പറ്റാത്തവരുണ്ട്, മദീന കാണാൻ പറ്റാത്തവരുണ്ട്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ 5-മത്തെ തറാവീഹ് ഒരാൾ നിസ്കരിച്ച മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മസ്ജിദുൻ നബവിയിലും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയിലും നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബുനാ വ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ ഈ പള്ളികൾ